എന്ന് പറയണം. അപ്പൊ നമ്മള് മാഷ് കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എവിടെയുള്ള സ്ഥലമാണ് ഹിരോഷിമ? ജപ്പാൻ. ജപ്പാനിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? ആർക്കും അറിയില്ല. അപ്പൊ ടീച്ചർ ഒരാളുടെ പേര് പറയാം. നിങ്ങക്ക് നന്നായി അറിയണ ഒരാള്, ജപ്പാനിലുള്ള ജനിച്ചു വളർന്ന ഒരാള്, നിങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആള്, നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിട്ട് വരും ആള്. ആരാ അത്? അതെ, ദർശിത് പറഞ്ഞു, ഷിൻചാൻ. ഷിൻചാൻ അറിയോ എല്ലാവർക്കും? ആർക്കൊക്കെ ഷിൻചാൻ അറിയാം? ഒന്ന് കൈപ്പൊക്കെ. ഷിൻചാൻ ഒരു ജപ്പാൻകാരനാണ്. ഷിൻചാൻ അറിയാത്തവരാരുമില്ല. നിങ്ങളുടെ കൂട്ടുകാരനാണ് ഷിൻചാൻ അല്ലേ? നമ്മൾ എന്നും ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷിൻചാൻ അല്ലേ? കാലത്ത് രണ്ട് വലിയ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നു, രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്നത് 1945 സഖ്യകക്ഷികളാണ് ജർമ്മനിയും ജപ്പാനും. അപ്പോ അമേരിക്കക്കാർ സമ്മതിക്കുമോ? അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്ത് അവരെ തോൽക്കാതെ പിടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വീണ്ടും അമേരിക്ക കൂടുതൽ കൂടുതൽ തന്ത്രങ്ങൾ പയറ്റി തുടങ്ങി. അവനെ തകർക്കാനുള്ള ഒരു മാർഗം അന്വേഷിച്ച് അമേരിക്ക ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് അമേരിക്കയുടെ കയ്യില് അണുബോംബുണ്ട്. എന്ത് ബോംബുള്ളത്? അണുബോംബ്. നമ്മൾ സാധാരണ ബോംബൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ അണുബോംബ് എന്ന് പറഞ്ഞാൽ അതിന് വളരെ കൂടുതൽ പ്രഹരശേഷിയുള്ള ഒരു തരം ബോംബുകളാണ്. അത് നമുക്ക് രണ്ടാം ലോക മഹായുദ്ധത്തിൽ മാത്രമേ നമ്മൾ പ്രയോഗിച്ചിട്ടുള്ളൂ. നമ്മുടെ അണുബോംബ് വഹിച്ചുള്ള വിമാനം എത്തി. അപ്പൊ നേരിട്ട് ആ വിമാനത്തിൽ നിന്ന് അണുബോംബ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ബോംബ് പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാൽ ഇട്ട വിമാനം അടക്കം തകരും. അമേരിക്കക്കാർ മരിച്ചു പോലോ. അപ്പൊ അവരങ്ങനെയല്ല വിമാനത്തിൽ നിന്ന് അണുബോംബ് വർഷിച്ചത്. ആ വിമാനത്തിൽ നിന്ന് ഒരു പാരച്യൂട്ട് വഴി അണുബോംബിനെ താഴേക്ക് വിട്ടു. ഹിരോഷിമയിലെ അണുബോംബ് ഇടുന്നു. എത്ര വയസ്സുള്ളപ്പോഴാ? 2 വയസ്സുള്ളപ്പോ. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഹിബാകുഷിയായിരുന്നു നമ്മുടെ സഡാക്കോ സസാക്കി. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ അവള് സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. നല്ലൊരു ഓട്ടക്കാരിയൊക്കെ ആയിരുന്നു അവള് സ്കൂളിൽ. അപ്പൊ സ്പോർട്സ് മത്സരങ്ങൾക്കൊക്കെ മത്സരിക്കാറുണ്ട്. അങ്ങനെ ഒരു 13 വയസ്സായി അവൾക്ക്. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 13 വയസ്സായി. ആ സമയത്താണ് എന്തുണ്ടായത്? ഇവൾക്ക് ലുക്കീമിയ പിടിപെട്ടു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ലുക്കീമിയാന്ന്? കേട്ടണ്ട? 1000 കൊക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമുക്ക് സാധിക്കാൻ പറ്റും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കില്ലേ? ഇങ്ങനെ എനിക്ക് അങ്ങനെ വരത്തല്ലേ, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം എന്നൊക്കെ പ്രാർത്ഥിക്കില്ലേ? അവിടുത്തെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ 1000 കൊക്കുകളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മള് പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കും എന്ന് അവിടെയുള്ള ജപ്പാൻകാരെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ അവിടെ ആശുപത്രി കിടക്കയിലൊക്കെ കിടന്ന് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ കൊക്കുകളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടില്ലേ എല്ലാവരും? സുഡാക്ക കൊക്കിന് അങ്ങനെയുള്ള കൊക്കുകളെയാണ് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി.